വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിനം പ്രതി കടന്നു പോകുന്നത്. ഇത് NH-66 അതുമാത്രമല്ല, വളരെ ദൂരെയായിട്ട് നമുക്കൊരു വർക്ക് കാണാൻ സാധിക്കും. ഈ വർക്ക് ആവട്ടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രവും നമ്മളെ കാണുന്ന NH-66 തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ റോഡിന്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കണക്ഷൻ റോഡിന്റെ വർക്കുകൾ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് NH-66 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും തമ്മിൽ 1700 മീറ്ററാണ് വർക്ക് നടക്കേണ്ടത്. ഡീറ്റെയിൽ അപ്ഡേഷനാണ് ഇത് നമ്മൾ നോക്കുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് NH-66 പോർഷനാണ്. ഈ ഭാഗത്തു നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് വർക്ക് എത്രത്തോളം കംപ്ലീറ്റ് ആയി എന്നറിയാൻ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ദയവായി ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും. ഇത് നമ്മുടെ 4ാമത്തെ അപ്ഡേഷനാണ്. NH-66 നമ്മുടെ വിഴിഞ്ഞം പോർട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ റോഡിന്റെ വർക്കുകൾ. ധാരാളം അയൺ റോഡ്സ് ആണ് ഈ ഇടയ്ക്ക്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്ത മാറ്റങ്ങളാണ് പറയുന്നത്. ധാരാളം അയൺ റോഡ്സും മെറ്റൽസും ഇവിടെ ഡംപ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന HDP പൈപ്പാണ്. അതും ഈ സൈറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ അല്ലെങ്കിൽ NH-66 തുടങ്ങുന്ന പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പ്രോഗ്രസ് നടക്കുന്ന ഉള്ളിലേക്ക് പോകാം. ഇപ്പോൾ ധാരാളം സ്ലാബുകളും അയൺ റോഡ്സ്, അതായത് നിലവിൽ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള അയൺ റോഡ്സും കറക്റ്റായിട്ട് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി കോൺക്രീറ്റ് മാത്രമാണ് ഈ പോർഷനിൽ ചെയ്യാനുള്ളത്. ഏത് ഡിസൈനാണ് നമുക്ക് നിലവിൽ അറിയില്ല. ഇത് നിലവിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബ്രിഡ്ജിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ നിലവിൽ ഈ പറയുന്ന ബ്രിഡ്ജ് മുകളിലേക്ക് വെക്കുന്ന ഏതെങ്കിലും ഒരു പോർഷനായിരിക്കും ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. പക്ഷേ ആ വർക്കും ഇതിന് ശേഷമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പോർഷനൊക്കെ ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നത്. ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെയായിരിക്കും നോക്കുന്നത്. കാരണം ഇത് നമുക്ക് കണ്ട് മനസ്സിലാക്കണം എത്രത്തോളമാണ് വർക്ക് ഒരാഴ്ച കൊണ്ട് വ്യത്യാസം. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഒരാഴ്ചയിൽ നമുക്ക് വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസിന്റെ ബോർഡ് ഇവിടെ ധാരാളമായി സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ വർക്ക് സ്റ്റാഫുകളും സേഫ്റ്റി പ്രിക്കോഷൻ അനുസരിച്ച് തന്നെയാണ് ഇവിടെ വർക്കുകളെല്ലാം ചെയ്യുന്നതും. ഇപ്പോൾ രാവിലെ വന്ന സമയത്ത് കുറച്ച് സ്റ്റാഫ് മാത്രമാണ് വന്നിട്ടുള്ളത്. നിലവിൽ ഇവിടെ വർക്ക് നടക്കുന്ന പോർഷനിൽ ഇവിടെ കുറച്ച് സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്തൊക്കെ ധാരാളം വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ വരാൻ കാരണം ബ്രിഡ്ജ് പോർഷന്റെ അവിടെ ഒരു വർക്ക് അവിടെ കുറച്ച് ദിവസം മുന്നേ, അതായത് നമ്മൾ ഫസ്റ്റ് അപ്ഡേഷൻ എടുക്കുന്നപ്പോൾ തന്നെ അവിടെ എനിക്ക് തോന്നുന്നു അയൺ റോഡ്സിന്റെ ഒക്കെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്ന. ഹെവി മെഷീൻസ് എല്ലാം നമുക്ക് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ഒക്കെയാണ് ഇതെല്ലാം, അല്ലെങ്കിൽ ലെവൽ ചെയ്യുന്ന ഒരു മെഷീൻ തന്നെയാണിത്. അതുമാത്രമല്ല, കുറച്ച് മുന്നേ കോൺക്രീറ്റ് മിക്സർ മെഷീൻ യൂണിറ്റ് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കേബിൾസ് ആണ് നമ്മൾ ഈ കാണുന്നത്, അതായത് പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ഷൻ കേബിൾസ് HDP പൈപ്പിലൂടെ ഈ ബ്രിഡ്ജിന്റെ സൈഡിലൂടെ വരുന്ന കണക്ഷനാണ് കാണുന്നത്. ഈ ഒരു വർക്കാണ് നമുക്ക് കണ്ടത്. ഇവിടെ ധാരാളം വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയതിനു ശേഷം ഇവിടെ കോൺക്രീറ്റ് പോർഷനിലേക്ക് പോവുകയായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ തുടക്കം മുതലേ പറഞ്ഞു, ഇതൊരു ഈ പറഞ്ഞ വയൽ പോലത്തെ അല്ലെങ്കിൽ കണ്ടം പോലത്തെ പ്ലേസ് ആയത് കാരണം എപ്പോഴും ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും. ഈ വെള്ളം അടിച്ചു മാറ്റിയിട്ടാണ് ബാക്കി വർക്കിംഗ് പ്രോഗ്രസ്സിലേക്ക് പോകുന്നത്. ഇവിടെ എല്ലായിടവും അങ്ങനെ തന്നെയാണ്. ഈ ഭാഗത്തെല്ലാം അങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ നമുക്കൊരു കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഞാൻ വീട്ടിന്റെ ഈ പ്രോജക്റ്റിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നതെന്നും ഇവിടെ കണ്ടം അല്ലെങ്കിൽ ഈ പറഞ്ഞ വയലായിരുന്നു ഈ പ്ലേസ് എല്ലാം. അതിന് കുറച്ച് JCBക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്കവേറ്റർ ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ധാരാളം വെള്ളം ഇവിടെ കെട്ടാറുള്ള പതിവുള്ളതാണ്. അതിനാൽ ആ പ്രോഗ്രസ് വെള്ളമെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ കോൺക്രീറ്റ് പോർഷനിലേക്ക് പോകുന്നത്. വർക്കിംഗ് സ്റ്റാഫുകൾ അയൺ റോഡ്സ് ഇത് പിന്നെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്ന ആ ഒരു വർക്കും അവിടെ നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വർക്കും, ഇഞ്ച് ബൈ ഇഞ്ച് എന്ന് പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വർക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രസ് വർക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്രത്തോളമാണ് വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരുറപ്പാണ്. കാരണം സാധിക്കില്ല. ഇനി നമുക്ക് നടന്നത്, ഇപ്പം നമ്മൾ വന്ന വഴി, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തൊട്ട് മുന്നേ കാണുന്ന ബ്രിഡ്ജ് പോർഷനിലേക്ക് ക്ലോവർ ലീഫ് മാതൃകയിലാണ് നമ്മുടെ ഈ പറയുന്ന കണക്ഷൻ റോഡ് കണക്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിലവിൽ ഇത് ധാരാളം പിന്നെ മെറ്റലും ഈ പറയുന്ന ഇനി എംസാൻഡും ഇതാണ് വരേണ്ടത്. മെറ്റൽ ധാരാളമായി ഡംപ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി നമ്മൾ കണ്ടതുപോലെ
അയൺ റോഡ്സും ധാരാളമായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതും കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ വീഡിയോയിൽ നിന്നും നമ്മൾ ഓരോ സ്റ്റെപ്പ് വീഡിയോയും നമ്മൾ നോക്കുക, ഒരു വേരിയേഷൻ നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റ് ആണെന്ന് പറയുന്നതോടൊപ്പം നമ്മൾ പ്രൂഫ് നിരത്തിയാണ് പറയുന്നത്. അപ്പോൾ ഈ വർക്കുകളെല്ലാം സ്ലോ അല്ല, ലാഗ് അല്ല, വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ വർക്കെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴായിട്ട് ചിലപ്പോൾ അവിടെ വർക്ക് നടക്കുന്നില്ല എന്നൊക്കെ പലർക്കും തോന്നും, പക്ഷേ അങ്ങനെയല്ല, വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൂടെ കാണുന്ന റോഡിലൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് വർക്ക് അവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഈ സൈഡിലേക്കുള്ള ഈ ഒരു ചെറിയ റോഡിലൂടെയാണ് ഇവിടെ താമസിക്കുന്നവരും വണ്ടികളെല്ലാം ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലേക്കൊക്കെ പോകുന്നത്. മെയിൻ റോഡ് ഇത് തന്നെ അല്ല, വിഴിഞ്ഞം മുക്കോല വഴി തിരിഞ്ഞു വന്നാൽ നമുക്ക് ഈ പറയുന്ന പോർട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇത് ഷോർട്ട് കട്ടായിട്ട് പോകുന്നതും ഇവിടെ താമസിക്കുന്നവർക്കും ഈ റോഡ് വളരെ ഉപകാരപ്രദമാണ്. ധാരാളം ലോറികൾ വരുന്നുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട പോർഷൻ ഇതാണ് കണ്ടോ, ഇവിടെ കോൺക്രീറ്റ് പോർഷൻ നടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് നോക്കിയാണ്, ധാരാളം ഹെവി ലോറികളാണ് ഇപ്പോൾ മണിക്കൂറുള്ള എനിക്ക് തോന്നുന്നു ഓരോ മിനിറ്റ് വെച്ചിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നു. കാരണം ഇവിടെയെല്ലാം ധാരാളം വർക്കുകളാണ് നടക്കുന്നുള്ളത്. വലിയൊരു പ്രോഗ്രസ് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് നോക്കാൻ ഡീറ്റെയിൽ എത്രത്തോളമാണ് വർക്ക് അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പോയി നോക്കിയാൽ മാത്രമേ മനസ്സിലാകുള്ളൂ. ഇന്ന് ഞാൻ കുറച്ചു ദൂരം ഈ പറയുന്ന സ്കൂട്ടറിലും കുറച്ചു ദൂരം നടന്നും തന്നെയായിരിക്കും ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ എടുക്കുക. നമുക്ക് ഇവിടെ സൈഡായിട്ട് വണ്ടി വെച്ചിട്ട് നമുക്ക് ഇറങ്ങി നോക്കിയാൽ ഒരു ഹെവി എക്സ്കവേറ്റർ നമുക്ക് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. സേഫ്റ്റി പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് ഡേഞ്ചർ ബോർഡ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ഏതാണ്ട് ലെവലായിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ കാണുന്ന മണൽ, അത് ഈ പറയുന്ന മണൽ എന്ന് പറയുന്നത് നാച്ചുറൽ സാൻഡ് എന്ന് പറയുന്നത് ട്രെഡ്ജ് ചെയ്ത മണലാണ് ഇവിടെ ധാരാളമായി കൂട്ടിയിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം ട്രെഡ്ജിങ് മണൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെവി എക്സ്കവേറ്റർ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് എന്തിനാണ് ഈ എക്സ്കവേറ്റർ ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം കുഴിച്ചു മാറ്റി മണ്ണ് മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എത്രത്തോളമാണ് കുഴിച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ എല്ലാം വലിയൊരു കുഴി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. കണ്ടോ, അടിയിലുള്ള ചെളിയും മണ്ണെല്ലാം വാരി മാറ്റുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ വയലല്ലെങ്കിൽ കണ്ടൽ പ്ലേസ് ആയത് കാരണം ഇവിടെ നിന്നുള്ള ചെളിയെല്ലാം വാരി മാറ്റുകയാണ്. ഇതാണ് ബ്രിഡ്ജ് പോർഷൻ്റെ ഒരു പോർഷൻ. തൊട്ട് അതായത് നമ്മൾ NH66 ഫേസ് ചെയ്തിരിക്കുന്ന പോർഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ പോർട്ട് മാറ്റി ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്. വളരെ കുറച്ച് ദൂരമാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയതാ. അതിൻ്റെ പോർഷൻ്റെ സൈഡിലാണ് നല്ല ഹെവി എക്സ്കവേറ്റർ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ധാരാളം മണ്ണ് ഇവിടെ നിന്ന് മാറിയുണ്ട്. നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. കാരണം ആ പോർഷൻ്റെ വർക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ എന്തോരം വർക്ക് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് ധാരാളം വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ വർക്കും 1 by 1 നമുക്ക് നോക്കി പോകാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെയും കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. ഈ ഭാഗത്തെല്ലാം ചെളി കഴിഞ്ഞ പ്രാവശ്യം ധാരാളമായി ഉണ്ടായിരുന്നു. അതെല്ലാം വാരി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പമ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഡീസൽ എന്തോ വർക്ക് ചെയ്യുന്ന പമ്പാണ്. കാരണം ഈ വർക്കിംഗ് സൈറ്റിലേക്ക് ധാരാളം കാണാം. ഈ വെള്ളം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു പമ്പ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് ഇവിടെ മൊത്തവും എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഈ കാഴ്ച കണ്ടോ. അതുമാത്രമല്ല നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ കണക്ഷൻ കേബിളൊക്കെ HDP പൈപ്പ് കണക്ട് ചെയ്ത് കണക്ഷൻ കേബിളൊക്കെ നേരത്തെ തന്നെ പോയിട്ടുണ്ട്. ആ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടോ, നമ്മുടെ പോർട്ടിൽ നിന്നും അദാനിയുടെ എഞ്ചിനീയർ സ്റ്റാഫാണ് വന്നിട്ടുള്ളത്. എപ്പോഴും അതായത് നമുക്ക് ഈ അദാനിയുടെ വർക്കിംഗ് സ്റ്റാഫുകൾ എപ്പോഴും ഇൻസ്പെക്ഷൻ ഈ സൈറ്റിൽ നടത്താറുണ്ട്. എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, അതായത് ഫുൾ കൺട്രോൾ തന്നെയാണ്, പോർട്ടിൻ്റെ ഫുൾ കൺട്രോൾ തന്നെയാണ് ഈ വർക്കെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ വരുമ്പോഴൊക്കെ ഇൻസ്പെക്ഷൻ ടീം അവിടെ ഉണ്ട്. ഇൻസ്പെക്ഷൻ ടീമിൻ്റെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരു പമ്പ് ഓണാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ടോ. ഇങ്ങനെ ഇതിനു വേണ്ടി 2 വർക്ക് സ്റ്റാഫ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് മുതൽ അവസാനം വരെ ഇവിടെ വർക്കിംഗ് സ്റ്റാഫുകളുണ്ട്. കാരണം ഈ വെള്ളം നിറയുന്നതനുസരിച്ച് ഇത് പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നിലവിലുള്ളത് കണ്ടോ. ഈ ഹെവി പമ്പ് ഉപയോഗിച്ച് ഇപ്പോൾ പമ്പ് ചെയ്ത് വിടുന്ന വെള്ളം നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. വളരെ ദൂരെയല്ല, കുറച്ചപ്പുറത്താണ്. ഇത് വയലിലൂടെ ഒഴുകി തൊട്ടപ്പുറത്തെ പറമ്പിൽ വയലിലൊക്കെ അങ്ങ് പൊയ്ക്കോളും ഈ വെള്ളം. ഇതിനു വേണ്ടി സദാസമയം 2 സ്റ്റാഫുകളും 2 വർക്കിംഗ് സ്റ്റാഫുകളും ഇവിടെ തന്നെ ഉണ്ട് കണ്ടോ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതൊരു ഹെവി പമ്പാണ്. അപ്പോൾ ഈ വെള്ളം വലിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ.
എന്താ ഇവിടെ വലിഞ്ഞു പോകുന്നു. ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു നല്ലൊരു കുളം, ചെറിയൊരു കുഴി പോലെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെള്ളം ഇങ്ങോട്ട് വലിഞ്ഞു വരാൻ. അപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം സ്വാഭാവികമായിട്ട് ഒലിച്ച് ഇങ്ങോട്ട് എടുക്കണ്ട, ഇങ്ങനെ ഫ്ലോ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കളയാം. അപ്പോൾ സ്ലോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് കളയാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന മണ്ണെല്ലാം കോരി മാറ്റാനും കുറച്ച് എളുപ്പമായിരിക്കും. ഇതാണ് ഇവിടെ ഈ പോർഷനിൽ ഇപ്പോൾ നടക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ധാരാളം ലോറികൾ വന്നു പോകും നമുക്ക് കാണാൻ സാധിക്കും. ഹെവി എക്സ്കവേറ്റർ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഉണ്ടോ, അതാ മണ്ണും കൊണ്ട് ആ ലോറികൾ പോകുന്നുണ്ട്. ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണലുമുണ്ട്. അപ്പോൾ തന്നെ നമ്മളത് അടുത്ത രണ്ടാമത്തെ ലോറി വന്നിരിക്കുന്നു. ഇവിടുന്ന് മണ്ണ് കോരി മാറ്റുന്നതിനാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് മണ്ണ് കോരി എനിക്ക് തോന്നുന്നു ഒരു നിശ്ചിത എത്ര 3-4 മീറ്റർ ആയിരിക്കും ഇവിടുന്ന് മണ്ണ് മാറ്റുക. അല്ലെങ്കിൽ കട്ടിയുള്ള മണ്ണ് കാണുന്നത് വരെ തന്നെ എടുത്ത് മാറ്റും. അതിനുശേഷം നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ പാനൽ കണക്ട് ചെയ്തിട്ട് ഈ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ പറയുന്ന വർക്കെല്ലാം നടക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ പറയുന്ന ചെളി പോലത്തെ മണ്ണെല്ലാം കോരി മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഫില്ല് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ മണ്ണെല്ലാം കോരി മാറ്റുന്നത്. ഇവിടുത്തെ എല്ലാ മണ്ണും ഇതുപോലെ തന്നെ കോരി മാറ്റും. മണ്ണെന്ന് പറയാൻ പറ്റില്ല, ചെളി പോലത്തെ സംഭവമാണിത്. ഇവിടെ പുറമെ ഇപ്പോൾ നമ്മൾ കാണുന്ന പുറമെ കുറച്ച് കട്ടിയുള്ള മണ്ണാണെങ്കിൽ അടിയിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ തൊട്ട് താഴെ കണ്ടതുപോലത്തെ ചെളി പോലത്തെ മണ്ണ് തന്നെയായിരിക്കും. ഈ മണ്ണെല്ലാം കോരി മാറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി തൊട്ടപ്പുറത്തെ വർക്കിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ നമ്മൾ NH66 നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്ററിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 150 മീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് പോകാം. 150 അല്ല, ഒരു 250 മീറ്ററെങ്കിലും കാണുമായിരിക്കും. ഇനി നമുക്ക് ഈ സൈഡിലൂടെ കാണുന്ന റോഡിലൂടെ നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് എത്താം. ഇന്ന് നമ്മൾ ഓരോ വർക്കും ഞാൻ തുടക്കം പറഞ്ഞതുപോലെ 1 by 1 എത്രത്തോളമാണ് ഡീറ്റെയിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണ്. തൊട്ടിപ്പുറത്ത് കാണുന്ന പോർഷനിൽ ഇവിടെയും ധാരാളം മണ്ണ് കൊണ്ട് നേരത്തെ തന്നെ ഡംപ് ചെയ്ത മണ്ണാണ്. ഈ ഭാഗത്തെല്ലാം ഇതേപോലെ ഈ മണ്ണെല്ലാം മാറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പാനലിംഗ് വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോർഷനിലും ഇനി വർക്കെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ആഴ്ചയിൽ വരുന്ന അപ്ഡേഷനും വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കുകളെല്ലാം നടന്നു പോകുന്നതാണ്. നമുക്കിപ്പോൾ കണ്ടതിൽ ഏതൊരു വിധ ലാഗും, നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ച് അപ്ഡേഷനിൽ യാതൊരു വിധ ലാഗുമില്ല. നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് വർക്ക് ഫാസ്റ്റായിട്ട് പോകുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ ആ റോഡിലൂടെ ധാരാളം ഹെവി ലോറികൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് തൊട്ടപ്പുറത്തെ വർക്കിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ സൈഡിലായിട്ടാണ് നമ്മൾ സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൂടി നമുക്ക് പോകാൻ സാധിക്കും. ഉണ്ടോ, ഈ ചെറിയ റോഡിലൂടെ നമുക്ക് അങ്ങോട്ട് പോയാലേ മാത്രമേ ബാക്കിയുള്ള വർക്ക് എത്രത്തോളമാണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ റോഡ് സൈഡിലൂടെ ഒരു ബൈ റോഡ് ഉള്ളത് കാരണം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ഇവിടെ കൂടി പോകാൻ സാധിക്കും. കാരണം ഇവിടെ ധാരാളം വീടുകൾ സൈഡിലുണ്ട്. അപ്പോൾ അവരെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനും സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ബൈ റോഡ് വർഷങ്ങളായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ വന്നതൊന്നുമല്ല, വർഷങ്ങളായിട്ട് റോഡ് ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പോർഷനിൽ നമുക്ക് വണ്ടി സൈഡിലായിട്ട് ഒതുക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മൾ മെയിൻ പോർഷൻ വർക്കായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഇവിടെ ധാരാളം സ്റ്റോൺ അല്ല നാച്ചുറൽ സാൻഡ്, അതായത് നമ്മൾ ഈ കാണുന്ന ട്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ധാരാളമായി ഡംപ് ചെയ്തിരിക്കുന്നു. അതൊന്നും ഇവിടെ ഇല്ല, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വളരെ ദൂരെയായിട്ടുണ്ട്. ബ്രിഡ്ജിന്റെ പോർഷൻ കണ്ടോ, ഇത്രയും പോർഷൻ. ഇനി ഈ പോർഷനാണ് ഈ പറയുന്ന കുളം പോലെ കിടക്കുന്ന ഈ പോർഷൻ, വെള്ളം കെട്ടി കിടക്കുന്ന ഈ പോർഷൻ ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ പോർഷന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതേപോലെ വെള്ളം കെട്ടി ഇവിടെ കിടക്കും. ഇവിടെ കാണുന്ന ഈ പറയുന്ന സാൻഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ സാൻഡ് എല്ലാം പോയത് എവിടെയാണെന്നാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. നമുക്ക് നോക്കാം ഈ വർക്ക് എത്രത്തോളമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ NH66 വിഴിഞ്ഞം പോർട്ടും തമ്മിലുള്ള കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ പ്ലേലിസ്റ്റിലുണ്ട്. കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ധാരാളം ചെളി എന്ന് തന്നെ പറയാം. ഇത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം. അത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറിയിലെ കോരി മാറ്റുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അതായത് ഒരു ചെളി പോലും ഇല്ലാത്ത കട്ടിയുള്ള മണ്ണ് കാണുന്നത് വരെ ഇത് മൊത്തം മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 6-7 മീറ്ററോളം ഇപ്പോൾ മൊത്തം കുഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വൈഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് നമുക്ക് എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കാത്തതുണ്ടോ. എന്നാലും നമ്മൾ തൊട്ടടുത്തുള്ള റോഡും തൊട്ടടുത്തുള്ള ആ പച്ചപ്പും കണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ആഴത്തിലാണ് വർക്ക് സ്റ്റാഫുകൾ നിൽക്കുന്നതൊക്കെ മനസ്സിലാവും. ഇവിടെ എല്ലാം നിലവിൽ ഈ പറയുന്ന നമ്മൾ ട്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജിയോ ഗ്രിഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ജിയോ ഗ്രിഡ് എന്താണെന്നുള്ളത്. ഉണ്ടോ, ഇതാ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ്
ജിയോ ഗ്രിഡ് എന്ന് പറയുന്നത്. ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അതെല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് കണ്ടപ്പോൾ നോക്കിയതാണ് എങ്ങനെയാണ് ഈ വർക്കുകൾ നടക്കുന്നുള്ളൂ എന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് സൂം ചെയ്യുക. അതിന് മുന്നേ നമുക്ക് ധാരാളം വർക്ക് സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ മൊത്തം വെള്ളവും ചെളിയുമായിരുന്നു. വീഡിയോ എടുത്ത് കണ്ടു നോക്കുക. ആ ഭാഗം ഒരാഴ്ച കൊണ്ട് നടന്ന പ്രോഗ്രസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഒറ്റയാഴ്ച കൊണ്ടാണ് ഈ നല്ലൊരു മാറ്റത്തിലേക്ക് വന്നത്. ഇൻസ്പെക്ഷൻ ടീം എപ്പോഴും ഈ കാണുന്ന ഒരു ജീപ്പിൽ വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. പോർട്ടിൽ നിന്നാണ് വരുന്നത്. നമുക്കിനി കുറച്ച് സൂം ചെയ്ത് നോക്കാം. കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എനിക്കൊന്ന് ജിയോ ഗ്രിഡ്. ഇങ്ങനെ ഓരോ ഗ്രിഡും ഓരോ ലെയർ ബൈ ആയിട്ട്, അതായത് ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും. ക്ലോത്ത് ഇങ്ങനെ 2 ഐറ്റം ഉണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 25-30 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇത് മണ്ണ് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വിരിച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ വിരിച്ച് അങ്ങനെ ഇത് മാത്രമല്ല ജിയോ ക്ലോത്ത് 2 ഐറ്റം ഉണ്ട്, ജിയോ ഗ്രിഡും. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് കംപ്ലീറ്റ്. അല്ല ചുമ്മാ മണ്ണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോകുന്നതല്ല. ഓരോ ലെയർ ബൈ ഇത് വെച്ചിട്ട് അതിനുശേഷം ഈ മണ്ണ് പുഷ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ വേറെ. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഈ വർക്കുകൾ നടന്നു പോകുന്നത്. എന്നിട്ട് കൂടി ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നു പോകുന്നത്. നമുക്ക് വർക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ ഭാഗത്ത് ചെളിയും മണ്ണെല്ലാം പോയിരിക്കുന്നു. കുറച്ച് ബാക്കി വരുന്ന ചെളിയെല്ലാം അവിടെ നിന്ന് കോരി വിട്ടുകൊണ്ടിരിക്കുന്നു. സൈഡിലായിട്ട് പാനൽ വാളുകൾ സ്ഥാപിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകാം. കാരണം കുറച്ചങ്ങോട്ട് പോയി ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചെന്നാൽ നമുക്ക് എത്രത്തോളം വർക്ക് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് ആ സൈഡിലൂടെ കണ്ട റോഡിലൂടെ പോയാലേ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും എത്രത്തോളമാണ് അവിടെ വർക്ക് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ ഭാഗത്തൂടെ എല്ലാം നമ്മൾ റോഡിലൂടെ പോയി തന്നെയാണ് മനസ്സിലാക്കി. ഇന്നും അങ്ങനെ തന്നെയാണ്. കുറച്ച് പോർഷൻ പോയിട്ട് നമ്മൾ നടന്നു തന്നെ പോകും. എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് എല്ലാവർക്കും, എനിക്കുൾപ്പെടെ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് വർക്കുകൾ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് ആദ്യമായിട്ട് ഈ റോഡ് പ്രത്യക്ഷപ്പെട്ടത്. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഈ റോഡില്ല. കാരണം കഴിഞ്ഞ വീഡിയോയോട് തന്നെ ഈ റോഡ് വഴി ധാരാളം ലോറി ഇറങ്ങി പോകുന്നതും നിലവിൽ അവിടത്തേക്ക് പിന്നെ ഈ പറയുന്ന ട്രഡ്ജ് ചെയ്ത മണൽ ഡംപ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ചെളിയാണ് ഭാഗത്ത്. സ്വാഭാവികമായിട്ടും വയൽ പ്രദേശമെല്ലാം ചെളി വരും. നമുക്ക് സൈഡിലായിട്ട് നമ്മുടെ വണ്ടി വെച്ചതിന് ശേഷം ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെയും നമുക്ക് ഇറങ്ങി നോക്കാം എത്രത്തോളമാണ് ഇവിടെ ധാരാളം ചെളി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഭാഗമാണെങ്കിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹെവി എക്സ്കവേറ്റർ അങ്ങനെ ഭൂമൊക്കെ ഉയർത്തി അങ്ങനെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കിലുണ്ടോ, ഇവിടെ അടുത്ത് നോക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ധാരാളം എന്നല്ല കുറച്ച് ചെളി ഇവിടെ മൊത്തം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മൊത്തം ചെളി തന്നെയാണ്. ഇത് എല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറേ ലോഡുണ്ട് ചെളി കൊണ്ടുപോകുന്നതിനായിട്ട്. ഉണ്ടോ ഈ വർക്കുകൾ നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ കാണാവുന്നതാണ്. സദാസമയം വർക്ക് ചെയ്യുന്ന എക്സ്കവേറ്റർ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ലോറി ഇപ്പോൾ മണ്ണുമായിട്ട് പോയിട്ടുണ്ട്. തിരിച്ചുടൻ തന്നെ ലോറി വന്ന് അടുത്ത മണ്ണ് കയറ്റി വിടും. ഇതാണ് ഈ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോയി റോഡിലൂടെ തന്നെ പോകാം. അടുത്തൊരു പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് അവിടെ വർക്ക് കംപ്ലീറ്റ്. ഇനിയാണ് നമ്മൾ മെയിൻ പോർഷനിലേക്ക് പോകാൻ പോകുന്നത്. കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത പാനലിങ്ങുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട. ഈ റോഡിലൂടെ കാറൊക്കെ സദാസമയം കടന്നു പോകുന്നതാണ്. നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് താഴെ എന്തെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടോ. അത് ഇവിടെയും വർക്ക് സ്റ്റാഫുകൾ ധാരാളമുണ്ട്. സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. സൈറ്റ് എഞ്ചിനീയേഴ്സ് കൂടാതെ നമ്മളെ പോർട്ടിൽ നിന്ന് മെയിൻ എഞ്ചിനീയേഴ്സ് എന്ന് പറയാൻ ഈ പറയുന്ന അദാനിൽ നിന്ന് വർക്ക് എടുത്തിട്ടുള്ള ഒരു സബ് കോൺട്രാക്ട് എടുത്തിട്ടുള്ള എഞ്ചിനീയേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ നിലവിൽ പോർട്ടിലും തന്നെ അദാനിൻ്റെ എഞ്ചിനീയേഴ്സ് വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴപ്പോഴായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 4-5 പ്രാവശ്യം, ഞാൻ വളരെ കുറച്ച് സമയമാണ് വീഡിയോ ഷൂട്ട്, അപ്പോൾ തന്നെ 4-5 പ്രാവശ്യം തന്നെ സിവിലിൻ്റെയും പല ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കലായാലും സിവിലായാലും പല ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് വർക്കെല്ലാം നടന്നു. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് തന്നെയാണ് വർക്കെല്ലാം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നോക്കാതിരിക്കുമൊന്നുമില്ല, എപ്പോഴും മോണിറ്റർ ചെയ്യുന്നുണ്ട് വർക്കെല്ലാം. നമുക്കിനി ഈ റോഡിലൂടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് മെയിനായിട്ട് എത്രത്തോളം നമ്മൾ ഈ കണ്ട പോർഷനിലാണ് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് നോക്കാം. ഒരാഴ്ച കൊണ്ട് വന്ന മാറ്റം എന്താണെന്നാണ് നമുക്കറിയുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ അറിയേണ്ട ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ സൈഡിലത്തെ റോഡ് ഉള്ളത് കൊണ്ട് നമുക്കിതുവഴി വളരെ അനായാസേന വരാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന അമ്പലത്തിൻ്റെ പോർഷനാണ് നമ്മളീ കാണുന്നത്. ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഈ അമ്പലവും ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് പോകാം. നമുക്ക് ഈ സൈഡിലോട്ട് വയ്ക്കാം. കാരണം ധാരാളം ലോറികളൊക്കെ പോകുന്ന കാരണം ഈ സൈഡിൽ സ്കൂട്ടർ വയ്ക്കുന്നതാണ് നമുക്ക് സേഫ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്
നമുക്ക് പോകാം. ഇനി നടന്നിട്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് നോക്കുന്നത് വർക്ക് എത്രത്തോളം. ഇനി നമുക്ക് സ്കൂട്ടറിലെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ കയറിയൊക്കെ പോകാം. പക്ഷെ അങ്ങനെ പോകണ്ട. നടന്ന് നമ്മൾ ഓരോ 1 by 1 വർക്ക്, അത് നമ്മളിലൊരാൾ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മളിലൊരാൾ നടന്നു പോയാൽ എത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കും, അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വർക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന പ്രശ്നമില്ല, നടന്ന് തന്നെ പോകും. ഇവിടെ നമുക്ക് മെറ്റലും ഈ പറയുന്ന നാച്ചർ സ്റ്റോൺ, മെറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ മെറ്റീരിയൽസും, കോൺക്രീറ്റിന് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും അവിടെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കാണുന്ന ട്രെഡ്ജ് ചെയ്ത മണലാണ്. ട്രെഡ്ജ് ചെയ്ത മണൽ ധാരാളം ഇവിടെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം മണൽ ഇവിടെ ഇല്ല, ട്രെഡ്ജ് ചെയ്ത മണലില്ല, ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് കാണാനും സാധിക്കുന്നത് ഈ മണലെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ, കഴിഞ്ഞ എൻ്റെ അങ്ങേ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. കാരണം മണ്ണ് ഇതെന്താ ഫിക്സ് ചെയ്തിട്ടില്ല, പുഷ് ചെയ്ത് പ്രഷർ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രഷർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് സൈക്കിൾ വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, ആ പറഞ്ഞ സർഫസ് ഏരിയയെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ ഈ കണ്ട തൊട്ട് താഴെ നമ്മൾ കണ്ട ജിയോ ഗ്രിഡ് എന്ന് പറയുന്ന പോർഷൻ, നമുക്ക് ഇതാണ് ജിയോ ഗ്രിഡ് എന്ന് പറയുന്നുണ്ടോ, ഈ ഒരു മെറ്റീരിയലാണ് പറയുന്നത്. ഇനി ജിയോ ക്ലോത്തും ഉണ്ട്, ജിയോ ഗ്രിഡ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമുക്ക് താഴെ നമ്മൾ തൊട്ട് ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ ആ സ്ഥലത്തുനിന്ന് വന്നപ്പോൾ കണ്ടപ്പോൾ പറയുന്ന ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് വിരിച്ചിരിക്കുന്ന ആ പോർഷനാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ നമുക്ക് ധാരാളം ഈ പറയുന്ന ജിയോ ഗ്രിഡുകൾ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്, ഡംപെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാനലിംഗ് ആണ് ഇവിടെ ധാരാളമായിട്ട് അൺലോഡ് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി ഈ പാനലുകൾ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നിലവിൽ സൈറ്റിലേക്ക്, തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 50 മീറ്റർ ഇല്ല, 10-15 മീറ്റർ ഇതാ നിൽക്കുന്ന ഈ ഒരു പോർഷൻ തന്നെയാണ് നമ്മുടെ സൈറ്റിലേക്ക് ഈ പറയുന്ന പാനലിംഗ് ഫിക്സ് ചെയ്യുന്ന വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. കുറേയേറെ പാനൽ വർക്കിംഗ് ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് താഴോട്ട് പോകാം. കണ്ടോ, ഇവിടെയാണ് ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് പ്രോഗ്രസ് നടന്നിട്ടുള്ളത്. പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വന്ന മാറ്റം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് അതിന് വന്നിട്ടുള്ളത്. പലർക്കും സംശയമുണ്ട് ഇവിടുത്തെ വർക്കുകൾ നടക്കുന്നത് ഫാസ്റ്റ് ആണോ, വർക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് തന്നെ ഡൗട്ടുള്ളവർക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം എത്രത്തോളമാണ് വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നുള്ളത്. ഇതിനാൽ ധാരാളം ഹെവി മെഷീൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ, അവരെല്ലാം നമ്മളെ നോക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ അവരെല്ലാം കണ്ടു എന്നാണ് പറഞ്ഞത്. കാരണം വർക്കിങ്ങിൻ്റെ അപ്ഡേഷൻ ഇട്ട വീഡിയോ വളരെ നന്നായിട്ടുണ്ട്, അവർ കണ്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. നിലവിൽ ഇവിടെ നമുക്ക് ഒരു വർക്ക് സ്റ്റാഫ് നിന്ന് മെറ്റൽ, എനിക്ക് തോന്നുന്നു 4 ഇഞ്ച് മെറ്റലാണ് സൈസ്. ആ 4 ഇഞ്ച് മെറ്റൽ ഈ സൈഡിലോട്ട് മാറ്റിയിടുന്ന കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്നതാണ് പാനലിംഗ്. ഈ പാനലിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രെയിൻ ഉപയോഗിച്ച് പാനലിംഗ് എടുത്ത് വെക്കുന്നതാണ് നമ്മൾ കണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ദൂരം, കുറേ ദൂരം തന്നെ പാനലിംഗ് കഴിഞ്ഞു. ഇനി പാനലിംഗ് ഹൂക്ക് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടോ, ഇതെന്നാ ഈ പാനലിൽ തന്നെ 5 ഹൂക്കുണ്ട്, താഴെയും മുകളിലായിട്ട് പാനലിംഗ് ഹൂക്കുണ്ട്. ഈ ഹൂക്ക് ഉപയോഗിച്ച് നിലവിൽ നമ്മൾ ഈ കാണുന്ന പോർഷൻ, അതായത് ഈ പറയുന്ന റോഡിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക്, ഇപ്പോൾ ഞാൻ കാണിച്ചിട്ട് വയറായിട്ട് സെൻട്രൽ പോർഷനിലേക്ക് വലിച്ചു കെട്ടുകയാണ്. അതായത് ഹെവി ടെൻഷനിൽ ഈ സെൻറ്ററിലേക്ക് വലിച്ച് കെട്ടുന്ന മീൻസ് അത് ആ ഒരു ടൈറ്റ് ചെയ്ത് നിർത്തുന്ന, അതായത് ഈ പാനലിംഗ് ടൈറ്റ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന പാനലിൻ്റെ ഹൂക്ക് പോർഷൻ ഉപയോഗിച്ച് ഹൈ ടെൻഷനിലാണ് ഈ പറയുന്ന റോഡിൻ്റെ സെൻറ്ററിലേക്ക് ഓരോ പാനലിംഗ്, ഈ 1 by 1 ഓരോ പാനലിങ്ങും ഇങ്ങനെ വലിച്ച് ഹൈ ടെൻഷനിലേക്ക് ഫിക്സ് ചെയ്ത് നിർത്തുന്ന ഒരു കാഴ്ച അതുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ചെയ്യുന്ന വർക്കെല്ലാം. പക്ഷെ ഞാനിപ്പോൾ വന്ന സമയത്ത് ആ വർക്ക് അവിടെ നടക്കുന്നില്ല. കാരണം ഇപ്പോൾ പാനലിംഗ് വെച്ച് വരുന്നേ ഉള്ളൂ. ആ ഒരു വർക്ക് കാണേണ്ട ഒരു വർക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കാം. അങ്ങനെ ഓരോ പാനലിംഗ് നിർത്തിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്ത് നിർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് അനങ്ങില്ല, ഒരു സെന്റിമീറ്ററോ 1 mm പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതിയിൽ ഈ പാനലിംഗ് ഫിക്സിംഗ് ഉണ്ട്. ഇപ്പോൾ ലെവൽ ചെയ്താണ് നിർത്തിയിട്ടെങ്കിൽ ഇനി പാനലിംഗ് ഫുൾ കൺട്രോളിൽ നിർത്തുന്ന ഒരു കാഴ്ച ഇവിടെ ധാരാളം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മോട്ടർ ഉപയോഗിച്ച് വെള്ളം ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാൻ ഈ വർക്കിംഗ് സൈറ്റിൽ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഈ ധാരാളം ഊറ്റുപോലത്തെ വെള്ളം തന്നെയാണ്. കാരണം വയലായ കാരണം ഒന്ന് കുഴിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഈ ധാരാളം വെള്ളക്കെട്ടുള്ള പ്ലേസിലാണ് ഇങ്ങനെയുള്ള ജിയോ ഗ്രിഡ് ഉപയോഗിച്ചുള്ള വർക്കിംഗ് ഒക്കെ എപ്പോഴും ചെയ്യുന്നത്. ഈ മണ്ണ് കോരി മാറ്റിയിട്ട് നമ്മളെ ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണൽ കൊണ്ടിട്ടാണ് ഈ വർക്കെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെയായിട്ട് എക്സ്കവേറ്റർ ഈ പറയുന്ന മണ്ണെല്ലാം കോരി മാറ്റുന്നത് കാണാൻ സാധിക്കും. പമ്പ് വെച്ച് വെള്ളം അടിച്ച് മാറ്റുന്നുണ്ട്. പാനലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം കണ്ടോ ലെവലായിരിക്കുന്നു. ഇവിടെ നല്ല ടൈറ്റാക്കി മണ്ണ് ഫിക്സ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടോ, ടൈറ്റ് ആണെന്ന് ഇപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടോ. ഇവിടെ എല്ലാം നല്ല ഫിക്സ് ആയിട്ടുണ്ട്. പണ്ട് ഇവിടെ ചവിട്ടിയ താന്നു പോകുമെങ്കിലും ഇപ്പോൾ ഒന്നുമല്ല.
നല്ല ലെവലിലേക്ക് നല്ലൊരു വ്യത്യാസം വന്നിരിക്കുന്നു. ഇനി ഇതിന്റെ ഓരോ ലെയറും ഇങ്ങനെ പിന്നെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ഓരോ 25-30 സെന്റിമീറ്റർ വെച്ച് ഇങ്ങനെ ലെയർ ബൈ ലെയർ വർക്ക് നടക്കണം. കാരണം വലിയ മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചുമ്മാ നമ്മുടെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ഇവിടെ കൊണ്ടിട്ട് പോവുകയല്ല ചെയ്യുന്നത്, ലെവൽ ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. ഓരോ ലെവലായത് കാരണം ഇവിടെ നല്ല ആ ഒരു വ്യത്യാസം നമുക്ക് ആ ഒരു മണ്ണിന്റെ കട്ടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചവിട്ടിയാൽ തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ താന്നു പോകുന്നതാണ്. ഏതോ ചെറിയ വണ്ടികൾക്കും ഇതിലൂടെ വളരെ അനായാസേന പാസ് ചെയ്ത് പോകാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാനലിംഗ് കുറച്ചുകൂടി അടുത്ത് ഷൂട്ട് ചെയ്തപ്പോൾ ഏകദേശം 12ഓളം ക്ലാമ്പുകളാണ് ഇതിനകത്തുള്ളത്. ഈ ക്ലാമ്പ് ഇന്നും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ടെൻഷനിൽ ഈ പറഞ്ഞ പാനലിംഗ് വലിച്ച് നമ്മൾ ഈ പറയുന്ന റോഡിന്റെ സെന്ററിലൂടെ ടൈറ്റ് ചെയ്ത് നിർത്തുന്നു. അതിന്റെ മുകളിൽ പിന്നെയും ഈ പറയുന്ന ജിയോ ഗ്രിഡും ജിയോ ഫെൻസിങ്ങും ജിയോ ക്ലോത്തും ഉപയോഗിച്ച് ഓരോ ലെയർ മണ്ണിട്ട് ഈ പറയുന്ന 2 സൈഡിലെ പാനലിങ്ങും പൂർണ്ണമായിട്ടും ഹൈ ടെൻഷനിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നു. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഹൈവേ വർക്കിന് വേണ്ടി ധാരാളമായി ചെയ്തു വരുന്ന വർക്കുകൾ തന്നെയാണ്. പിന്നെ ഞാൻ ഈ വർക്ക് കണ്ടപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഇപ്പം നമ്മൾ ഈ കണ്ട സൈറ്റ് എഞ്ചിനീയേഴ്സ് സിവിൽ തന്നെയാണ്. ധാരാളം സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇവിടെയുണ്ട്. ഈ പുള്ളിക്കാണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇൻചാർജ് ഉള്ളത്. അങ്ങനെ ഓരോ സ്റ്റേജിനും ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ട വർക്കിനും വേറെയും സൈറ്റ് എഞ്ചിനീയേഴ്സ്, ഓരോ പോർഷൻ ഓഫ് വർക്കിനും ഓരോ സൈറ്റ് എഞ്ചിനീയേഴ്സ് നിർത്തി തന്നെയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇവരെ നോക്കാൻ ഈ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോർട്ടിൽ നിന്നും അദാനിയുടെ എഞ്ചിനീയേഴ്സും അപ്പോഴപ്പോഴേ വരാറുണ്ട്. അപ്പോൾ വർക്കുകളെല്ലാം പക്ക കൺട്രോളിലും പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ പറഞ്ഞ അദാനിയുടെ പോർട്ടിൽ നിന്നും എഞ്ചിനീയേഴ്സ് വരുന്നതും ഈ സൈറ്റ് എഞ്ചിനീയേഴ്സും വളരെ ഫാസ്റ്റായിട്ടും വളരെ ഭംഗിയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുമാണ് വർക്കെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നതാണ് എനിക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിച്ചു. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചു. നമ്മളൊരാൾ കാണും പോലെ തന്നെയാണ് ഈ വർക്ക് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് നിലവിൽ നമ്മൾ നേരത്തെ കൊണ്ട് തട്ടിയ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ ലെവൽ ചെയ്യുന്ന കാഴ്ചയാണ്. അത് ഈ ചെളി മൊത്തം കോരി മാറ്റിയ ഭാഗത്താണ് ഈ മണ്ണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെളിയുള്ള ഭാഗത്തൊന്നും ഈ മണ്ണിടയില്ല. ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റുന്നത് നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്കുകൾ. പാനലിങ് ഈ സൈഡിലൊക്കെ പാനൽ വെക്കുന്നതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, എല്ലാ വർക്കിംഗ് സ്റ്റാഫുകളും ഈ പറയുന്ന പിന്നെ വേറൊരു എടുത്ത് പറയേണ്ട കാര്യം, ഇവിടെ കണ്ട വർക്കിംഗ് സ്റ്റാഫുകളെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻ അനുസരിച്ച് തന്നെയാണ് തലയിൽ തൊപ്പിയും ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഇവിടെ വർക്കെല്ലാം ചെയ്യുന്നത്. അത് നമുക്ക് വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാൻ. അതിന് സേഫ്റ്റി ഓഫീസറും വേറെയും ഉണ്ട്. അപ്പോൾ ഒരു സൈറ്റിൽ സേഫ്റ്റി ഓഫീസർ, സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇവരെല്ലാം നിലവിൽ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഉള്ള സൈറ്റിലാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതിന് ഏതൊരു വിട്ടുവീഴ്ചയും ഒരിടത്തും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ NH വർക്കുമായിട്ട് കണക്ട് ചെയ്ത അല്ലെങ്കിൽ കണക്ഷൻ റോഡിന്റെ വർക്കും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഹെവി മെഷീൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ ഈ മെഷീൻസ് ഒന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഓരോ ലെയർ മണ്ണിട്ട ശേഷം ഈ ഹെവി മെഷീൻസ് ഉപയോഗിച്ച് ആ പറയുന്ന മണലിനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ പഞ്ച് ചെയ്ത് നിർത്തിയതിനു ശേഷമാണ് അടുത്ത ലെയറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ വർക്കുകളാണ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഈ കാണുന്ന ഭാഗത്ത് നടക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളിലേക്കാണ് ഓരോ ആഴ്ചയിലും വരുന്ന മാറ്റം. ഇനി തീർച്ചയായിട്ടും ഓരോ ആഴ്ചയിലും ഒരു വീഡിയോ അല്ലാതെ 2 വീഡിയോ ഇടേണ്ട അവസ്ഥയാണുള്ളത്. കാരണം ഇവിടെ നടക്കുന്ന വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഒരാഴ്ചയാകുമ്പോൾ ആ വർക്കെല്ലാം കഴിഞ്ഞു പോകുന്ന കാണാൻ. ഇതാണ് ആ ജിയോ ക്ലോത്ത് എന്നുള്ള വൈറ്റ് ക്ലോത്ത്. അത് പൊട്ടിച്ചിട്ടില്ല. അവർക്ക് കണ്ടോ, ഈ ഒരു ക്ലോത്താണ്. ഇത് കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ്. 2-3 ടൈപ്പ് ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്ലോത്തും ഫില്ല് ചെയ്തിട്ടാണ് ഓരോ ലെയറും ഈ പറയുന്ന മണലിട്ട് അല്ലെങ്കിൽ ഡ്രഡ്ജ് ചെയ്ത മണലിട്ട് പോകുന്നത്. ധാരാളം പാനലിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിനി നടക്കാം. ഇനി മൊത്തം നടന്നിട്ടാണ് നമ്മൾ ഓരോ വർക്കും ഇനി കണ്ടുപിടിക്കാനായി പോകുന്നത്. ഇപ്പോൾ നമുക്ക് സിവിൽ വർക്ക് കഴിഞ്ഞെങ്കിൽ ഇനി ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ജിയോ ഗ്രിഡ് ഇവിടെ ധാരാളം തൊട്ട് മുന്നേ കണ്ടതുപോലെ തന്നെയാണ്. പിന്നെ ധാരാളം ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലെല്ലാം ഇവിടെ കൂട്ടിയിട്ട മണലെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം കുറഞ്ഞിരിക്കുന്നു. എന്നിട്ടും ധാരാളം ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്ത മണൽ നമ്മൾ പോർട്ടിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിരുന്നുണ്ടോ, ഈ കടലിൽ നിന്ന് ചെറിയ ശംഖും ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കണ്ടോ, ഇതെല്ലാം മണലിലുണ്ട്. കാരണം അവിടെ ഡ്രഡ്ജ് ചെയ്ത സമയത്ത് ധാരാളം വലിയ ശംഖുകളുണ്ടായിരുന്നു. ഈ കടലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ശംഖുകളൊക്കെ കിട്ടും. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം നമ്മൾ കണ്ടപ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് എടുത്ത് നോക്കിയാണ് അതെന്താ സംഭവം എന്ന്. നമ്മൾ കടലിൻ്റെ ആ ഭാഗത്ത് തിരമാല വരുന്ന ഭാഗത്തൊക്കെയാണ് ചെറിയ ശംഖും ചിപ്പി മുത്തൊക്കെ കാണാൻ പറ്റുന്നത്. അതെല്ലാം ഇതിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. ഇവിടെ എല്ലാം ലെവൽ ചെയ്ത് നേരത്തെയൊക്കെ ഇവിടെ നിന്ന് ഒരു സ്കൂട്ടർ പോലും ഇങ്ങോട്ട് കടന്നു വരില്ല. ആ ഭാഗത്തെല്ലാം ഇവിടെ ഞാൻ ഹെവി മെഷീൻ ഉപയോഗിച്ച് പുഷ് ചെയ്ത് മണ്ണെല്ലാം നല്ല ലെവലായിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം നല്ല കട്ടിയുള്ള ഒരു മണ്ണൻ ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നു.
ഈ പോർഷനിലെല്ലാം നമ്മൾ നേരത്തെ കണ്ടതുപോലെ പിന്നെ ലെവൽ ചെയ്ത് വർക്കുകൾ ലെവൽ ചെയ്ത് നടക്കുകയാണ്. തൊട്ട് മുന്നിലാണ് നമ്മുടെ അമ്പലമുള്ളത്. അമ്പലത്തിന്റെ സൈഡിലാണ് ബ്രിഡ്ജ് പോർഷൻ. നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ ഇവിടെ എല്ലാം കാട് പിടിച്ചിരുന്ന സ്ഥലമെല്ലാം ആഴ്ചകൾ കൊണ്ടുള്ള വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു വ്യത്യാസം തന്നെയാണ്. ഇതാണ് കേബിൾ പോകുന്ന ആ ഒരു പോർഷൻ. ഇതാ നമുക്ക് കേബിൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, പുതുതായിട്ട് നമുക്ക് ഈ പറയുന്ന കണക്ഷൻ കേബിളിന്റെ കുറച്ച് പോർഷൻ നമുക്ക് ഇവിടെയും ആ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്കും സിവിൽ വർക്കും ഒരുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ധാരാളം മെറ്റലും മണലും ഈ പറയുന്ന എല്ലാ ഇവിടെ, അതായത് കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പോകേണ്ടത്, അതായത് ഇത്രയും പോർഷൻ നമ്മൾ ഇപ്പോൾ കണ്ട ഒരു പോർഷന്റെ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുന്നെങ്കിൽ ഇനി അടുത്ത പോർഷനിലെ വർക്ക് എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് അറിയേണ്ടത്, കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട അമ്പലത്തിന്റെ സൈഡിലുള്ള ബ്രിഡ്ജ് പോർഷന്റെ അവിടെ എത്തിയിരിക്കുന്നു. ഉണ്ടോ, ഇതാ വളരെ ദൂരെയായിട്ടാണ് ആ അമ്പലം കാണുന്നത്. നമുക്ക് ആ അമ്പലത്തിന്റെ സൈഡിലും കുറച്ച് വർക്കുകളൊക്കെ നടക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കുളത്തിന്റെ വർക്കുകളെല്ലാം സ്റ്റാർട്ടിംഗ് ആയിരുന്നു. കുറച്ച് ഭാഗം മാത്രമാണ് വർക്കെല്ലാം നടന്നത്. പക്ഷെ അവിടെ എല്ലാം തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാൻ ആ വർക്കെല്ലാം ഏതാണ്ട് ഫിക്സ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ? നമുക്ക് ഇവിടെ നിന്നും ഈ പാലത്തിന്റെ സൈഡിലൂടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ഇനി അങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്. നമുക്ക് അത് മാത്രമല്ല, ഇവിടെ നമുക്ക് നോക്കാം ഈ സൈഡിൽ എന്തൊക്കെയാണ് വർക്കുള്ളത്. കേട്ടോ, ഇതാണ് ആ ബ്രിഡ്ജിന്റെ സൈഡ് പോർഷൻ. ഇതാ നമ്മൾ ഈ കാണുന്ന അമ്പലക്കുളം തന്നെ എന്നൊക്കെ പറയാം. ആ കുളം പോലെ പോർഷനൊക്കെ പൂർണ്ണമായിട്ടും കെട്ടിയെടുത്തിരിക്കുന്നു. കണ്ടോ, ഇനി പടവുകൾ മാത്രം അവിടെ ചെയ്താൽ മതി. ബാക്കിയെല്ലാം വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മളെ ഈ പറഞ്ഞ NH66 കണക്ട് ചെയ്ത വർക്കിന്റെ പോർഷൻ ഒന്നും അല്ലെങ്കിലും അവിടെ ആ വർക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോന്നായെന്ന് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആണ് നോക്കിയാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ, അതായത് ബ്രിഡ്ജും നമ്മളെ ഈ ഗ്രൗണ്ട് ലെവലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ലാബിന്റെ വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ആ സ്ലാബിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് ബ്രിഡ്ജിന്റെ സൈഡിലൂടെ കണക്ഷൻ കേബിൾസ് ഒക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം HDPE പൈപ്പിലൂടെ തന്നെയാണ് കേബിൾസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇനി നമുക്ക് ഈ ബ്രിഡ്ജ് നമ്മൾ ആദ്യം മുതലേ തന്നെ എപ്പോഴും നടന്നു വന്നുകൊണ്ടിരുന്ന ബ്രിഡ്ജ് തന്നെയാണിത്. ബ്രിഡ്ജിൽ ധാരാളം കേബിൾസ് നമ്മൾ ഈ കണക്ഷന്റെ ഭാഗമായിട്ടുള്ള കണക്ഷൻ കേബിൾ എല്ലാം ഇവിടെ ഉണ്ട്. നമുക്കിനി ബ്രിഡ്ജിലോട്ട് നടക്കാം. ഇനി ബ്രിഡ്ജ് മുതൽ നമുക്ക് നടക്കേണ്ടത് നമ്മുടെ പോർട്ട് വരെ. എത്ര ദൂരമാണ്, എത്ര ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് പോർട്ട് വരെ നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളമാണ് ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, എത്രത്തോളം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നടന്ന് തന്നെ പോയിട്ട് വരും. ഇവിടെ കൂടെ സ്കൂട്ടറിൽ ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും അറിയാൻ സാധിക്കില്ല. ഓരോ പ്രാവശ്യം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പോയിട്ടാണ് വർക്ക് നടക്കുന്നത്. നമുക്ക് വളരെ ദൂരമായിട്ട് വർക്ക് സ്റ്റാഫുകൾ പോകുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്, എന്നാലും നമുക്ക് നടന്നു പോകാം. പലർക്കും ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് കണക്ഷൻ റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരാളെ പോലെ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുക. അതുപോലെ നമുക്കൊന്ന് പോയി നോക്കാം. അതുകൊണ്ടാണ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഇന്ന് മഴയില്ല, ഇത്തിരി വെയിലുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. ഇതാ നമുക്ക് ഈ പോർഷനിലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത ഒരു കോൺക്രീറ്റ് പോർഷൻ ഉണ്ട്. ആ പോർഷന്റെ ഇവിടെ ആ വർക്ക്, ആ സ്ലാബിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ സ്ലാബിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും ആ സ്ലാബിന്റെ വർക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് ഈ പോർഷന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതേപോലത്തെ പല വർക്കുകളും ഒരാഴ്ച കൊണ്ട് വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഏത് ഭാഗത്ത് നിന്നാലും ആ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റോഡിന്റെ എല്ലാ വശങ്ങളും വളരെ വ്യക്തമായിട്ട് കാണുന്ന പോർഷനിലാണ് ഈ ഒരു CCTV ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരു ഹെക്സാ പോളിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ആ പോളിലേക്ക് സർവീസിന് ആവശ്യമായിട്ട് കയറുന്ന ഒരു ലാഡറും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, തൊട്ടടുത്തൊരു ബങ്കറുണ്ട്, കണക്ഷൻ ബങ്കർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ബങ്കറിലൂടെ ലൈൻ എടുത്തിട്ടാണ് ഈ ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള കണക്ഷൻ കൂടി. ഇത് 1-2 ക്യാമറയുടെ പോൾ ഇവിടെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഉണ്ടോ, ബങ്കറും ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഈ ബങ്കറിലായിരുന്നു, നിലവിൽ ഈ കണക്ഷൻ പോൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കണക്ഷൻ പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ലാഡർ നമുക്ക് ഇതെല്ലാം നമ്മൾ ഈ കാണുന്നതെല്ലാം ഗാൽവനൈസ്ഡ് മെറ്റീരിയലാണ്. അതായത് ഒരു കാലത്തും തുരുമ്പ് പിടിക്കില്ല ഈ മെറ്റീരിയൽ. കണ്ടോ, ഇവിടെ വേറെ ആർക്കും കയറാതിരിക്കാൻ വേണ്ടി മുള്ളുവേലി കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ക്യാമറ സിസ്റ്റം. ആ വർക്കും ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ടെമ്പററി കണക്ഷനിൽ ചിലപ്പോൾ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടാവാം, അറിയില്ല, വർക്ക് ചെയ്യുന്നുണ്ടാവാം, അത് വ്യക്തമായിട്ട് നമുക്കറിയില്ല. എന്നാലും നിലവിൽ തൊട്ട് താഴെ കേബിൾസ് ഒക്കെ പോകുന്ന സ്ഥലമുണ്ട്. അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കണക്ഷൻ കേബിൾസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും.
ആ വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ട്രിക്കലും സിവിൽ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റർലോക്കിന്റെ ഒരു ലെവൽ നോക്കിയിട്ടുണ്ടോ? ഇന്റർലോക്ക് എല്ലാം ഇവിടെ ഫിക്സ് ചെയ്ത് വന്നിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ബ്രിഡ്ജ് പോർഷനോട് ചേർന്നിട്ടുള്ള ഇന്റർലോക്ക് ഇവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ വർക്കും ഫിനിഷിംഗിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ട ആ ബ്രിഡ്ജ് പോർഷന്റെ അവിടെ നിന്നും അമ്പലത്തിനുണ്ടെന്ന് ബ്രിഡ്ജ് പോർഷന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം ഫിനിഷിംഗ് വർക്കിലോട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓരോ പോർഷൻ വർക്കുകളും ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്ത ഇന്റർലോക്കുകൾ. ധാരാളം ഇന്റർലോക്കുകളിവിടെ ഉണ്ടായിരുന്നു. ആ വർക്കെല്ലാം ഈ പോർഷനിൽ കാണുന്ന ഇന്റർലോക്കിന്റെ വർക്കെല്ലാം റോഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത്. ഇനി ബാക്കിയുള്ള വർക്കുകൾ എന്താണ്? കേബിൾ ഡ്രഡ്ജിലൂടെ കേബിൾ പാസ് ചെയ്യുന്ന പോണ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത് അങ്ങോട്ട് പോയി നോക്കാം. അതായത് നമുക്ക് ഇനി സിവിൽ വർക്കിനോടൊപ്പം ഇലക്ട്രിക്കൽ വർക്കും എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഈ കാണുന്ന ഹൈമാസ് ലൈറ്റ് പിറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ മുകളിലാണ് ഈ പറയുന്ന ഹെക്സണൽ ടൈപ്പുള്ള ഹൈമാസ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ഹൈമാസ് ലൈറ്റിലെ സ്ട്രീറ്റ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ടുള്ളത്. ഹൈമാസ് ലൈറ്റ് കുറച്ചുകൂടി വലിയ ലൈറ്റിനാണ് ഹൈമാസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ എങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സ്ട്രീറ്റ് ലൈറ്റ് രണ്ട് സൈഡിലേക്കും പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രണ്ട് ഹെവി ലൈറ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കോൺക്രീറ്റ് പോർഷന്റെ മുകളിലാണ് നമ്മൾ ഈ കാണുന്ന ഈ പോൾ, ഹെക്സാ ടൈപ്പുള്ള പോള് ആണെന്ന് തോന്നുന്നു. ഇത് ഗാൽവനൈസ്ഡ് മെറ്റീരിയലാണ് നിലവിൽ ഈ വർക്ക് ഈ പോളുള്ളത്. ഇനി നമുക്ക് അതിലുള്ള ഈ പറയുന്ന കണക്ഷൻസിന്റെ എല്ലാം വളരെ വ്യക്തമായിട്ട് കണക്ഷൻ കേബിളൊക്കെ, നേരത്തെ കണക്ഷൻ കേബിൾ ഇവിടെ വലിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കണക്ഷൻ കേബിളൊക്കെ വലിച്ചിരിക്കുന്നു. നിലവിൽ കണക്ഷന്റെ ബോക്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ? ഇതെല്ലാം ഈ വർക്കെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് വന്ന മാറ്റങ്ങളാണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. എത്രത്തോളമാണ് വർക്കിന്റെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇഞ്ച് ബൈ ഇഞ്ച് തന്നെ നമുക്ക്, അല്ലെങ്കിൽ 1 by 1 വർക്കായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ കേബിൾ എല്ലാം ഇവിടെ കൂടി ഈ ലൈനിലൂടെ കേബിൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. കേബിൾ കണക്ഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടി 2 ഇലക്ട്രിക്കൽ സ്റ്റാഫിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഒരു സൈഡ് സിവിൽ വർക്കും കംപ്ലീറ്റ് ചെയ്ത പോർഷനിൽ ഇലക്ട്രിക്കൽ വർക്കും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം നടന്നു പോകുന്നത് എന്ന് നമുക്ക് ഈ വർക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിനി മുന്നോട്ട് നടക്കാം. ഇവിടെ വിശാലമായ നല്ല പച്ചപ്പുള്ള വയലാണ്. അത് മാത്രമല്ല ഒരു ടെമ്പററി ഷെൽട്ടർ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കൊന്ന് വർക്കിംഗ് സ്റ്റാഫിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ടെമ്പററി ഷെൽട്ടർ തന്നെയാണ് ഇതെല്ലാം. ഇന്ന് ഇവിടെ ഈ പോർഷനിലെല്ലാം ഇന്റർലോക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായ റോഡ് തന്നെയാണ്. അതായത് രണ്ട് സൈഡിലും നല്ല പച്ചപ്പുകൾ. കേരളത്തിന്റെ എല്ലാ സ്ഥലം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. ഈ പച്ചപ്പിന്റെ ഇടയിൽ കൂടി ഒരു റോഡ്, ഹൈവേ റോഡ് അല്ലെങ്കിൽ കണക്ഷൻ റോഡ് കടന്നു പോകുന്ന ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വളരെ മനോഹരമായ റോഡ് തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ഇവിടെയും ഈ പറയുന്ന ഈ പറയുന്ന കണക്ഷന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക്കൽ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി വളരെ ദൂരെയായിട്ട് നമ്മൾ തൊട്ട് മുന്നേ 2 വർക്കിംഗ് സ്റ്റാഫിനെ കണ്ടു. ഈ പറയുന്ന പോസ്റ്റിന്റെ ലൈറ്റിന്റെ കണക്ഷനിലേക്ക് കൊടുക്കുന്നതിന് തൊട്ടടുത്തും 2 വർക്കിംഗ് സ്റ്റാഫുണ്ട്. അങ്ങനെ ഈ റോഡ് കംപ്ലീറ്റ് ചെയ്ത ഭാഗത്തെല്ലാം ഇലക്ട്രിക്കൽ കണക്ഷന്റെ വർക്കുകളും നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും സിവിലിന്റെയും ഇലക്ട്രിക്കലിന്റെയും വർക്കുകളാണ് മെയിനായിട്ട് നടത്തേണ്ടത്. ആ വർക്കുകളെല്ലാം മെയിനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഒരു ലാഗും ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ കണ്ടതിലൊന്നും എനിക്ക് മനസ്സിലാക്കാനായി സാധിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ELCBയും MCBയും കണക്ഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പറയുന്ന ലൈറ്റുകൾ ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് 2-3 മെത്തേഡിലൂടെയാണ് ഇത് ഓൺ ആക്കുന്നത്. നിലവിൽ ഒന്നിൽ ഇതിന് ടൈമർ കാണും. ഇന്ന കറക്റ്റ് ടൈമിൽ ഇത് ഓൺ ആവുക. 6 മണിയാണെങ്കിൽ 6 to 6, 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ ഒരു ടൈമർ അടിസ്ഥാനത്തിൽ, ഈ ഇലക്ട്രിക്കലായിട്ട് പോകുന്നവർക്കറിയാം, ടൈമർ അടിസ്ഥാനത്തിൽ ഇത് ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ ഇത് ഓട്ടോമാറ്റിക് ഓൺ ആവും. രണ്ടാമത് സെൻസേഴ്സ് ആണ് വയ്ക്കുന്നത്. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് രാത്രിയാകുമ്പോൾ, അതായത് 6 മണിയാകുമ്പോൾ സൂര്യപ്രകാശം എല്ലാം പോയി ഒരു ലൂമൻസ് വരെ, ഒരു ലൂമൻസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ലൂമൻസിന്റെ ഈ ഒരു വെട്ടം ഈ കുറയുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും. തിരിച്ച് രാവിലെ ആകുമ്പോൾ ഇത് ഓഫ് ആവും. കാരണം കൂടുതൽ പ്രകാശം ആ സെൻസറിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഓണും ഓഫ് ആവുന്ന മെത്തേഡ്. അതാണ് കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മഴ വരുന്ന സമയത്ത് ഇരുട്ടായിട്ട് വരുവാണെങ്കിൽ ലൈറ്റ് എല്ലാം കത്തും. അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷെ ഇതിനെല്ലാം പ്രോപ്പർ സർവീസ് ആവശ്യമാണ്. പിന്നെ മേജറായിട്ട് ഉപയോഗിക്കുന്ന എല്ലാം ടൈമർ തന്നെയാണ്. 6 to 6 അല്ലെങ്കിൽ 6:30 to 5:30 to അങ്ങനെയൊക്കെ ഓരോ ടൈം വെച്ചിട്ടാണ് ഈ പറയുന്ന പോളുകളെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നറിയില്ല. സെൻസറാണോ ടൈമറാണോ എന്നറിയില്ല. ചിലപ്പോൾ ടൈമർ ആയിരിക്കും. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഇൻഡിവിജ്വൽ സ്വിച്ച് ഒന്നും ആയിരിക്കില്ല. പണ്ടാണ് സ്വിച്ച് ഉപയോഗിച്ചതെല്ലാം കത്തിക്കുന്നത്, ഫീസ് ഉപയോഗിച്ച് കത്തിക്കുന്നെങ്കിൽ അതെല്ലാം പോയിട്ട് വർഷങ്ങളായി. ഇപ്പോഴൊന്നുമല്ല, ഞാനിപ്പോൾ പറയുന്നതല്ല, 10-15 വർഷങ്ങൾക്ക് മുന്നേ തന്നെ, 10-20 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ടൈമറുണ്ട്. സെൻസേഴ്സൊക്കെ സെൻസേഴ്സ് ഇപ്പോഴും വന്നതല്ല, സെൻസേഴ്സും ഏതാണ്ട് 10-15 വർഷം മുന്നേ സെൻസറും ഉണ്ട്. ഈ മെത്തേഡിലൊക്കെ പല സ്ട്രീറ്റ് ലൈറ്റും, വലിയ സ്ട്രീറ്റ് ലൈറ്റൊക്കെ അല്ലെങ്കിൽ ഹൈമാസ് ലൈറ്റുകളൊക്കെ ഈ ഒരു മെത്തേഡിലൊക്കെയാണ് ഹൈവേയിലൊക്കെ വർക്ക് ആവുന്നത് നിലവിൽ.
മെയിൻ്റെനൻസ് കറക്റ്റ് എല്ലാ വർക്കായാലും മെയിൻ്റെനൻസ് ചെയ്തു പോകണം. പക്ഷേ ഇപ്പോൾ ഈ വർക്ക് ഇതിലേതോ ഒരു മെത്തേഡിലാണ്, ഏതോ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിലാണ് നിലവിൽ ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കണക്ഷനാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്. ഞാൻ ചോദിക്കാനും മറന്നുപോയി. എനിക്ക് തോന്നുന്നു ടൈമർ തന്നെ ആയിരിക്കും ഫിക്സ് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തൂടെയെല്ലാം ഇലക്ട്രിക്കൽ വർക്കും നടന്ന് കംപ്ലീറ്റ് ആയി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ പോർട്ടിന്റെ അടുത്ത് നടന്നെടുത്ത് എത്തിയിരിക്കുന്നു. പോർട്ടിന്റെ ഭാഗത്ത് എത്തിയിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ വളരെ ദൂരമായിട്ട് റോഡിലൂടെ വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ വരെ, അതായത് നമ്മൾ ഈ അമ്പലം മുതൽ ഇവിടം വരെ ഇന്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി 1% പോലും ഇന്റർലോക്ക് ഇടാനില്ല, അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇലക്ട്രിക്കൽ വർക്കാണ് ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വർക്കും വളരെ ഫാസ്റ്റാണ്. അമ്പലത്തിന്റെ അപ്പുറത്ത് മുതലാണ് നിലവിൽ ഈ പറയുന്ന ബാക്കിയുള്ള വർക്കുകളെല്ലാം നടക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. വളരെ ഒരു KSRTC ബസ് ആ റോഡിലൂടെ പോകുന്ന സാധിക്കും. അത് പൂവാറിൽ നിന്നും വിഴിഞ്ഞം മുക്കോല ഭാഗത്തേക്ക് പോകുന്നതാണ്. ആ റോഡാണ് നമ്മുടെ പോർട്ടിന്റെ സൈഡിലൂടെ ഉള്ളത്. വളരെ ദൂരമായിട്ട് നമുക്ക് STS ക്രെയിന്റെ ബൂമും കാണാൻ സാധിക്കും. ഇതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം മുതൽ ഈ പറയുന്ന NH66 വരെയുള്ള കണക്ഷൻ റോഡിന്റെ വർക്ക് അപ്ഡേഷൻ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.